ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഈ പെരുമഴയത്ത് തിരക്കിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും അല്ലേ? നമ്മളെ പൂമക്കോത്ത് ഫാമിലീൻ്റെ വാർഷികാഘോഷം നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് കുടുംബത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും കൂടി ഒരു പാചക മത്സരം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിന്നാണ് നടക്കുന്നത്. 4 വിഭവങ്ങളിലായിട്ട് ഭയങ്കര ടൈറ്റായിട്ടുള്ള മത്സരം നടക്കുന്നത്. ഇതാണ് എൻ്റെ ചെസ് നമ്പർ. ഓരോരുത്തർക്കും ഇതേപോലെ ചെസ് നമ്പർ ഉണ്ടാവും. നമ്മൾ അതും വാങ്ങിയിട്ട് നമ്മൾ ഏത് വിഭവമാണോ, ഏത് കാറ്റഗറിയിലാണോ അതിൻ്റെ ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കണം. ആ വിഭവത്തിൻ്റെ പേരും അവിടെ എഴുതണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാചക മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതാണ് എൻ്റെ പാവം സലാഡ്. 4 വിഭവങ്ങളിലേക്കാണ് മത്സരം നടത്തിയത്. ചിക്കൻ സ്നാക്ക്, ബീഫ് സ്നാക്ക്, സാലഡ്, പായസം. എല്ലാത്തിനും കൂടി 57-ലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് സാലഡ് ആവുമ്പോൾ വേവ് നോക്കണ്ട, ടേസ്റ്റ് നോക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ സാലഡിന് പേര് കൊടുത്തത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ കണ്ണ് തള്ളി നിന്നുപോയത്. നല്ല നല്ല പാത്രങ്ങളിൽ നല്ല ഈസ്തറ്റിക്സ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവരെല്ലാവരും. പായസമൊക്കെ പല രീതിയിലും പല തരത്തിൽ വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ഇത് അവിയൽ പായസം, പച്ചക്കറികളെല്ലാവരും കൂടിയുള്ള പായസം. അതേപോലെ ഒരുപാട് പായസത്തിനായിരുന്നു കൂടുതലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോഴാണ് ഞാനും ചിന്തിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, വേറെ എന്തെങ്കിലും ഒരു രീതിയിലൊക്കെ ചെയ്യായിരുന്നു എനിക്കെന്നുള്ളത്. പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. ആദ്യമായിട്ട് പങ്കെടുത്തതുകൊണ്ട് അടുത്ത തവണ ഉഷാറാക്കണം എന്നുണ്ട്. എല്ലാവരും ഇവിടെ വന്നിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ. അപ്പോൾ നമുക്കതിന് കുറച്ച് സമയം തരും. ഒരു 15 മിനിറ്റ്സ് കൊണ്ട് എല്ലാവരും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതായത് എല്ലാവരും വെച്ച് അതിൻ്റെ ചെസ് നമ്പറും എന്താണോ നമ്മൾ ഐറ്റം അതിൻ്റെ പേരും മാത്രം അവിടെ എഴുതിയിട്ട് നമ്മളോട് മാറി നിൽക്കാൻ പറഞ്ഞു. ജഡ്ജസ് ഉണ്ട്. 4 ആൾക്കാരാണ് ജഡ്ജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവരൊക്കെ വരാനുള്ള സമയമായപ്പോൾ ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞു, ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ആൾ ഇതേപോലെ പുറത്ത് ഇതേപോലെ ജഡ്ജസായിട്ട് പോകുന്നവരാണ്. ഇതാണ് 4 ജഡ്ജസ്: മുഫീദ, ഫാസില, സാബിറ, മഷൂദ. ഇവർ കുറ്റിച്ചിറക്കാരാണ്. എൻ്റെ സലാഡിൻ്റെ അടുത്ത് നിന്ന് ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് എല്ലാവരും കണ്ടപ്പോൾ ഒരു ടെൻഷനും ഇല്ല, ഒന്നും കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. ജഡ്ജസിൻ്റെ മാർക്കിടലൊക്കെ കഴിഞ്ഞവർ പോയപ്പോൾ ഞങ്ങളോട് എല്ലാവരോടും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തു. കറ്റാർവാഴ ക്യാബേജ്. ഇനി ഇതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് രീതിയിലാണ് കൊടുക്കുന്നത്. പക്ഷേ പ്രൈസൊന്നും ഇപ്പോഴല്ല കൊടുക്കുന്നത്. നമ്മളെ വാർഷിക പരിപാടി വരുന്നുണ്ട്, അന്നാണ് ഇതിൻ്റെ പ്രൈസൊക്കെ കൊടുക്കുക. ഇപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അവരുടെ വർക്കിന് വേണ്ടി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു.
ആദ്യം തന്നെ ഈ ഒരു പൂമുഖത്ത് ഫാമിലിയോട് നന്ദി അറിയിക്കാണ് ഈ ഒരു പരിപാടിയിലേക്ക് നമ്മളെ ക്ഷണിച്ചത്. കഴിഞ്ഞ ആഴ്ച കുടുംബസംഗമത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. പേര് പങ്കെടുക്കണം. സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ എന്താ പറയാ വിഭവങ്ങളൊക്കെ തന്നെ ഒന്നിനൊന്ന് വെച്ചത് വളരെ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കുട്ടിച്ചെറുക്കാർ മാത്രമാണ് വലിയ ഫുഡിൻ്റെ ആൾക്കാരുമായിരുന്നു. അതൊക്കെ മാറി ഇവിടെ വന്നപ്പോൾ സാധാരണ എവിടെയെങ്കിലും പോയാൽ ഫുഡ് ടേസ്റ്റ് ഉണ്ടെങ്കിലും പ്രസൻറ്റേഷൻ നന്നാവാനില്ല. ഇവിടെ ഓരോരുത്തരും അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ജാഫർഖാനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ കൺവെൻഷൻ സെൻറ്ററും റിസോർട്ടൊക്കെ മാറ്റി പിടിച്ച് ഹോട്ടലുകൾ നോക്കുന്നത് നന്നായിട്ട് അത്ര ആൾക്കാരുണ്ട് നിങ്ങളെ ബാക്കിട്ടല്ല. ജഡ്ജസ് പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാ ഐറ്റംസും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് എല്ലാം ഈ വെറൈറ്റി ആയിട്ട് പുതിയ പരീക്ഷണങ്ങൾ നടത്തിയ സാധനങ്ങൾക്കാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ കിട്ടിയത്. ഈ ക്യാബേജ് കറ്റാർ വാഴ പായസം, അതേപോലെ പച്ചക്കറികൾ മാത്രം വെച്ചിട്ടുള്ള പായസം, മധുരക്കിഴങ്ങും ഒക്കെ വെച്ചിട്ടൊരു ബീഫ് സ്നാക്ക്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് വീട്ടിൽ മാത്രം ഇങ്ങനെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് നന്നായിട്ടൊരു കുക്ക് ചെയ്യും, പക്ഷേ അതിനങ്ങനെ വലിയൊരു കയ്യടി കാര്യങ്ങളൊന്നും വീട്ടിൽ നിന്ന് തന്നെ കിട്ടിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനൊരു മത്സരം നടത്തിയത് എന്തുകൊണ്ടും നല്ലതായിരുന്നു. ഇനി ഇവരായി ബീഫ് സ്നാക്സിനാണ് 3.5. സെക്കൻഡ് പ്രൈസ് ബീഫ് സ്നാക്സില് 318 318 കൊണ്ടോ 3.6 316 ഫസ്റ്റ് പ്രൈസ്. ഓക്കെ കൈയടിക്കുക. മെയിൻ സാധനം ഇങ്ങനെ മടുക്ക് പോലെയാണ് പ്രിപ്പയർ ചെയ്തത്. അതിന് മേലെ 2 മാരിനേഷൻ വരുന്ന ബീഫാണ് ചെയ്തിട്ടുള്ളത്. ഒന്നൊരു വൈറ്റ് സോസിലുള്ളത് മാരിനേഷൻ 202 ഇത് രണ്ടാമത്തെ കാഴ്ച. ഇനിയിപ്പോ ഒരാളും കൂടി ഉണ്ട്. ചിക്കൻ സ്നാക്സില് തേർഡ് പ്രൈസിന് 204 204 208 208 ഫസ്റ്റ് പ്രൈസ് 206 206 മൈസൂർ ഫസ്റ്റ് പ്രൈസ് മൈസൂർ. 2 വാക്കുകളോ ചിക്കൻ, പിന്നെ കുരുമുളക്, പിന്നെ 109. ഒരാൾ കൂടിയില്ല 105 105. സലാഡില് സെക്കൻഡ് പ്രൈസ്. അവരെ ഒരാഴ്ചയോട് കാത്തിരിക്കുക. സലാഡില് സെക്കൻഡ് 113 113. ഇത് ഇന്നലെ രാത്രിയെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ഫസ്റ്റ് പ്രൈസ് പിന്നെ 107 107. ഇതിന് മോളാണ് ഉണ്ടാക്കിയത്. ചെറുപ്പത്തിലേ ഒക്കെ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെ എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.